ലോക്സഭാ തെരഞ്ഞെടുപ്പിനുള്ള CPI സ്ഥാനാർത്ഥികളായി. തിരുവനന്തപുരത്ത് പന്ന്യൻ രവീന്ദ്രൻ, മാവേലിക്കരയിൽ CA അരുൺകുമാർ, തൃശൂരിൽ VS സുനിൽകുമാർ, വയനാട് ആനി രാജ എന്നിവർ മത്സരിക്കും. സംസ്ഥാന എക്സിക്യൂട്ടീവ് തയ്യാറാക്കിയ പട്ടിക കൗൺസിൽ അംഗീകരിക്കുകയായിരുന്നു. കൗൺസിലിന് ശേഷം സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വമാണ് സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചത്. തിരുവനന്തപുരം സഖാവ് പന്ന്യൻ രവീന്ദ്രൻ, മാവേലിക്കര സഖാവ് CA അരുൺകുമാർ, തൃശൂർ സഖാവ് VS സുനിൽകുമാർ, വയനാട് സഖാവ് ആനി രാജ. ഇതായിരിക്കും CPI സ്ഥാനാർത്ഥി പട്ടിക. തെരഞ്ഞെടുപ്പ് എന്ന് പ്രഖ്യാപിച്ചാലും സജ്ജമാണെന്നും സംസ്ഥാനത്ത് LDFന് അനുകൂല സാഹചര്യമെന്നും ബിനോയ് വിശ്വം പറഞ്ഞു. ഇലക്ഷൻ എന്ന് പ്രഖ്യാപിച്ചാലും ശരി, LDF സജ്ജമാണ് എല്ലാ പ്രകാരത്തിലും. കേരളത്തിൽ LDF അനുകൂലമായ ഒരു കാറ്റുണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. മിനിഞ്ഞാന്ന് പ്രഖ്യാപിച്ച തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ വോട്ടെടുപ്പിൻ്റെ ഫലം നമുക്കെല്ലാമുള്ള സൂചനയാണ്. തൃശൂരിൽ കോൺഗ്രസുമായാണ് മത്സരമെന്നും TN പ്രതാപൻ പറഞ്ഞു. തൻ്റെ എതിരാളി TN പ്രതാപനാണ് തൻ്റെ VS സുനിൽകുമാർ പറഞ്ഞു. TN പ്രതാപനാണ് തൻ്റെ എതിരാളിയെന്നും VS സുനിൽകുമാർ വ്യക്തമാക്കി. പാർട്ടി ഏൽപ്പിച്ച ദൗത്യം കൃത്യമായി നിർവഹിക്കുമെന്ന് വയനാട് സ്ഥാനാർത്ഥി ആനി രാജയും പ്രതികരിച്ചു. നമ്മൾ ജനങ്ങളുമായി ബന്ധപ്പെട്ട വിശ്വാസത്തിലാണ് പറയുന്നത്. ഇത്തവണ രാഷ്ട്രീയ സാഹചര്യത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥി എന്ന നിലയിൽ പാർട്ടി ഏൽപ്പിച്ച ഉത്തരവാദിത്തം ഏറ്റെടുത്തുകൊണ്ട് അത് വിജയിക്കുക എന്നുള്ളതാണ് ഞങ്ങളുടെ ലക്ഷ്യം. UDFുമായിട്ട് തന്നെയാണ് പ്രധാനപ്പെട്ട മത്സരം നടക്കുന്നത്. കഴിഞ്ഞ ഇലക്ഷനിലും UDFുമായിട്ട് തന്നെയാണ് മത്സരം ഉണ്ടായിരിക്കുന്നത്. എന്ന് കരുതി BJP സ്ഥാനാർത്ഥി മോശക്കാരനാണെന്നൊന്നും ഞാൻ പറയില്ല. അവിടെ ത്രികോണ മത്സരം കഴിഞ്ഞ വർഷം നടന്ന പോലെ തന്നെ ത്രികോണ മത്സരമൊക്കെ നടക്കുമെങ്കിലും ഇത്തവണ ഞങ്ങൾ LDF ജയിക്കും. രാജ്യത്തിൻ്റെ സമസ്ത മേഖലകളിലും വർഗീയ ഫാസിസം കടന്നുകയറ്റം നടത്തിക്കഴിഞ്ഞിരിക്കുന്ന സാഹചര്യത്തിൽ നടക്കുന്ന ഈ തെരഞ്ഞെടുപ്പിൽ ഒരു സ്ഥാനാർത്ഥിയാകുന്നതിന് എനിക്ക് നൽകിയിട്ടുള്ള ചുമതല, പാർട്ടിയുടെ ചുമതല, അത് സന്തോഷപൂർവ്വം സ്വീകരിക്കുകയാണ്. പാർട്ടി പ്രവർത്തനത്തിൻ്റെ ഭാഗമായി കണ്ടുകൊണ്ട് അത് അങ്ങേയറ്റം ഭംഗിയായി നിർവഹിക്കുന്നതിനുള്ള എല്ലാ പരിശ്രമവും ചെയ്യുന്നതാണെന്ന് കൂടി പാർട്ടിയോടും പാർട്ടി സഖാക്കളോടും ഈ സമയത്ത് ഉറപ്പ് നൽകുകയാണ്. വിവരങ്ങളുമായി ശ്രീജിത്ത് ഉണ്ട് തിരുവനന്തപുരത്ത് നിന്ന്. ശ്രീജിത്ത്, ഔദ്യോഗികമായ പ്രഖ്യാപനം കഴിഞ്ഞിരിക്കുകയാണ്. ഇനി പ്രചാരണ പ്രവർത്തനങ്ങളിലേക്ക് കടക്കുന്നു. എത്രത്തോളം ആത്മവിശ്വാസത്തിലാണ് പാർട്ടി? എന്തൊക്കെയായിരുന്നു ഇന്നത്തെ എക്സിക്യൂട്ടീവിലും കൗൺസിലും ഉണ്ടായ പ്രധാനപ്പെട്ട ചർച്ചകൾ? ബിനിൽ, CPIയുടെ സ്ഥാനാർത്ഥികളെ സംബന്ധിച്ച ഒരു അന്തിമ ധാരണ ഉണ്ടായത് രാവിലെ 10 മണിക്ക് ആരംഭിച്ച CPIയുടെ സംസ്ഥാന എക്സിക്യൂട്ടീവിലാണ്. ഈ എക്സിക്യൂട്ടീവിൽ ജില്ലകളിൽ നിന്ന് വന്ന 3-അംഗ പാനൽ പരിശോധിച്ച് തീരുമാനമെടുക്കുകയാണ് ചെയ്തത്. പ്രധാനമായും തർക്കം ഉടലെടുത്തത് മാവേലിക്കര മണ്ഡലത്തിലെ സ്ഥാനാർത്ഥിയെ ചൊല്ലിയാണ്. മാവേലിക്കര മണ്ഡലത്തിൽ CA അരുൺകുമാറിനെ സ്ഥാനാർത്ഥിയാക്കണം എന്നതായിരുന്നു സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം അടക്കമുള്ള നേതാക്കളുടെ താല്പര്യം. എന്നാൽ ഇതിന് വിരുദ്ധമായ പേരുകൾ സംസ്ഥാന എക്സിക്യൂട്ടീവിൽ ഉയർന്നു. മുൻ MP ചെങ്ങറ സുരേന്ദ്രൻ, ഡെപ്യൂട്ടി സ്പീക്കർ ചിറ്റയം ഗോപകുമാർ, കൊല്ലം ജില്ലാ പഞ്ചായത്ത് അംഗമായ പ്രജി ശശിധരൻ എന്നിവരുടെ പേരുകളാണ് CA അരുൺകുമാറിന് ബദലായി എക്സിക്യൂട്ടീവിൽ ഉയർന്നത്. ഒരു തർക്കവിതർക്കം ഇതുമായി ബന്ധപ്പെട്ട ഉണ്ടായി. മാത്രമല്ല, ചിലപ്പോൾ അത് ഭൂരിപക്ഷ ന്യൂനപക്ഷ അടിസ്ഥാനത്തിൽ തീരുമാനിക്കുന്ന നിലയിലേക്ക് വരെ പോകുമായിരുന്നു. എന്നാൽ പാർട്ടി സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം ആവർത്തിച്ച് നടത്തിയ അഭ്യർത്ഥനയെ തുടർന്നാണ് CA അരുൺകുമാറിൻ്റെ പേര് സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗീകരിച്ചത്. അങ്ങനെയാണ് പൊതുവായൊരു തീരുമാനത്തിലേക്ക് CPI വന്നത്. എന്നാൽ സംസ്ഥാന കൗൺസിലിൽ ഈ എക്സിക്യൂട്ടീവ് വെച്ച 4 സ്ഥലത്തേക്കുള്ള സ്ഥാനാർത്ഥികളെ സംബന്ധിച്ച് ചർച്ചയുണ്ടായില്ല. സെക്രട്ടറി ഈ പേര് വിവരങ്ങൾ നിർദ്ദേശിച്ചു. അത് കൗൺസിൽ ഏകണ്ഠമായി അംഗീകരിക്കാനുണ്ടായത്. കൗൺസിൽ സ്ഥാനാർത്ഥി പട്ടികയുമായി ബന്ധപ്പെട്ട പൊതു ചർച്ച നടന്നില്ല. അതുകൊണ്ട് തന്നെ മറ്റ് പേരുകളോ മറ്റ് ചർച്ചകളോ ഒന്നും ഇതുമായി ബന്ധപ്പെട്ട് ഉണ്ടായില്ല എന്നാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം. എന്തായാലും മാവേലിക്കര സ്ഥാനാർത്ഥിയെ ചൊല്ലിയാണ് CPIക്കകത്ത് ഒരു കശപിശ ഉണ്ടായിരിക്കുന്നത്. അത് തെരഞ്ഞെടുപ്പിൽ എങ്ങനെ ഫലം ചെയ്യുമെന്ന് എന്ന കാര്യം കണ്ടു തന്നെ അറിയണം. കാരണം 2 പ്രബല ജില്ലാ കമ്മിറ്റികൾ, കോട്ടയം, കൊല്ലം ജില്ലാ കൗൺസിലുകൾക്ക് ഈ CA അരുൺകുമാറിൻ്റെ സ്ഥാനത്തോട് എതിർപ്പുണ്ടായിരുന്നു. അത് വോട്ടെടുപ്പിൽ എങ്ങനെ പ്രതിഫലിക്കുമെന്ന് തന്നെയാണ് ഇനി അറിയാനുള്ളത്. എന്തായാലും ജനകീയനായ പന്ന്യൻ രവീന്ദ്രനെ തിരുവനന്തപുരത്ത് അണിനിരത്തിയിരിക്കുന്നു. ജനകീയനായ VS സുനിൽകുമാറിനെ തൃശ്ശൂരിൽ അണിനിരത്തിയിരിക്കുന്നു. രാഹുൽ ഗാന്ധിയോട് കിടപിടിക്കുന്നതിന് മത്സരം കാഴ്ചവെക്കാൻ ദേശീയ എക്സിക്യൂട്ടീവ് അംഗമായ ആനി രാജയെ വയനാട്ടിലും അവതരിപ്പിക്കുന്നു. പുതുമുഖമായ CA അരുൺകുമാറിനെ മാവേലിക്കരയിലും അവതരിപ്പിച്ചുകൊണ്ടാണ് CPI മുന്നോട്ട് പോകുന്നത്. ഈ സാഹചര്യത്തിൽ ശക്തമായൊരു മത്സരം കാഴ്ചവെക്കാൻ ഉതകുന്ന സ്ഥാനാർത്ഥികളെ അവതരിപ്പിക്കുന്നു എന്നാണ് CPI നേതാക്കൾ പ്രകടിപ്പിക്കുന്ന ആത്മവിശ്വാസം.